find the coordinate matrix of x equal to 1, 2, minus 1 in R cube relative to the basis b equal to 1, 0, 1, 0, minus 1, 2, 2, 3, minus 5. അപ്പോൾ ഇതിൽ കോർഡിനേറ്റ് മെട്രിക്സ് കാണാൻ പറഞ്ഞാൽ എക്സിനെ നമുക്ക് ബിയിലെ വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. അതായത് എക്സ് എന്ന് പറയുന്നത് 1, 2, minus 1 ആണ്. ബിയിൽ ഓരോ വെക്റ്റേഴ്സിനെ നമ്മൾ v1, v2, v3 എന്ന് എടുക്കുകയാണെങ്കിൽ എക്സിന് നമുക്ക് c1, v1 പ്ലസ് c2, v2 പ്ലസ് c3, v3 എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതുമ്പം c1, c2, c3യുടെ വാല്യൂസ് ആണ് കാണേണ്ടത്. ആ വാല്യൂസ് ആണ് എക്സിൻ്റെ കോർഡിനേറ്റ് മെട്രിക്സ് എന്ന് പറയാം. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ എഴുതാം, 1, 2, minus 1 c1 ഇൻറ്റു ഇത് എഴുതാം. എന്നിട്ട് അതിന് ഇക്വേഷൻ ഫോമിലാക്കാം. ഇക്വേഷൻ ഫോമിലാക്കുമ്പം 1, 2, minus 1 അതിങ്ങനെ വരും കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ഒന്നും ചെയ്യണം എന്നില്ല, അല്ലാതെ തന്നെ എഴുതാം. 1, 2, minus 1 ഈ ആദ്യത്തെ വെക്റ്റേഴ്സ് c1ൻ്റെ കോഷ്യൻ്റായിട്ട് വരും 1, 0, 1, 1, 0, 1. c2ൻ്റെ കോഷ്യൻ്റായിട്ട് വന്നത് ഇതിൽ ആദ്യത്തേൽ 0 വരും. ഇങ്ങനെ ഓരോന്നല്ല എടുക്കണത്. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. ആദ്യത്തെ ഇക്വേഷൻ 1 equal to 1 c1 1 പ്ലസ് 0 ഇൻറ്റു c2 പ്ലസ് 2 ഇൻറ്റു c3 ഇങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എല്ലാം എഴുതി കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. 1, 2, 1 ഇങ്ങനെ കോളായിട്ട് വരണുണ്ടോ, 1, 0, 1 ഇവിടെ വരണുണ്ടോ, 0, minus 2 ഇങ്ങനെ വരണുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഇത് എഴുതി കഴിഞ്ഞിട്ട്. ഓക്കെ, എക്സ്പാൻഡ് ചെയ്ത് എഴുതണം എന്നില്ല. ഓക്കെ, മനസ്സിലായില്ലേ? ഇക്വേഷൻ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 1 equal to 1 ഇൻറ്റു c1 പ്ലസ് 0 ഇൻറ്റു c2 പ്ലസ് 2 ഇൻറ്റു c3. അത് ആദ്യത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ 2 equal to c1 ഇൻറ്റു 0 പ്ലസ് മൈനസ് 1 ഇൻറ്റു c2, അടുത്തത് 3 ഇൻറ്റു c3. മൂന്നാമത്തെ എഴുതുമ്പോൾ അങ്ങനെ എഴുതാം. അത് കഴിഞ്ഞിട്ട് 1, 2, minus 1 ഇതൊന്ന് ചെക്ക് ചെയ്യുക. ഇത് ഇങ്ങനെ കോളായിട്ട് വരും. ഈ 1, 0, 1 ഇവിടെ കോളായിട്ട് വരും. 0, minus 2 ഇവിടെ കോളായിട്ട് വരും. 2, 3, minus 5 ഇവിടെ കോളായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് അത് മാർക്കൊക്കെ കുറവാണ്, വലിയ താഴേക്ക് അറിയത്തില്ലെങ്കിൽ ഇത് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യുണീക്ക് സൊല്യൂഷൻ ആണെങ്കിൽ ഇവിടെ ആൻസർ കിട്ടും. അതല്ലെങ്കിൽ ഗോസ് എലിമിനേഷൻ വെച്ചിട്ട് ചെയ്യാം. ഇവിടെ നേരെ 1, 0, 1 അതായത് ഇത് 1, 2, minus 1 എന്ന് പറയുന്നത് ഇതല്ലേ വരിക. അപ്പോൾ ഇത് മെട്രിക് ഫോമിൽ എഴുതുമ്പോൾ 1, 0, 1 ഫസ്റ്റ് കോളം, 0, minus 2 ഇങ്ങനെയല്ലേ എഴുതാം. ഇങ്ങനെ എഴുതാം. എന്നിട്ട് നമ്മൾ AB ഫോമിൽ ഗോസ് എലിമിനേഷൻ വെച്ച് ചെയ്യാം. ഫസ്റ്റ് ഡയഗണൽ എലമെൻ്റ് താഴെയുള്ളത് 0 ആക്കുക, ഇത് 0 ആക്കി. പിന്നെ സെക്കൻഡ് ഡയഗണൽ എലമെൻ്റ് നോക്കുക -1, -1ൻ്റെ താഴെയുള്ള 2 0 ആക്കി. ഇനി ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് താഴെ നിന്നാണ് വാല്യൂസ് എടുക്കുക. c3 2 കിട്ടും. ഈ c3യുടെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ c2 കിട്ടും. c2ൻ്റെ c3യുടെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ c1 കിട്ടും. ഇപ്പോൾ വാല്യൂ ഒക്കെ കിട്ടി. അപ്പം നമുക്ക് c1ൻ്റെ വാല്യൂ എന്താ? 5, -8, -2 ഇങ്ങനെയാണ് വരിക. അപ്പോൾ അതാണ് കോർഡിനേറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.